ഡിയർ ഫ്രണ്ട്സ്, PSC ഐഡിയാസിൻ്റെ ഈ ക്ലാസ്സിൽ 3 മെമ്മോറിയലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. ഇവ മൂന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ മലയാളി മെമ്മോറിയൽ എന്താണെന്ന് നോക്കാം. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണന്മാർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. എന്താണ് മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ, തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണന്മാർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി 1028 പേർ ഒപ്പിട്ട ഒരു നിവേദനം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. ഇതാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. മലയാളി മെമ്മോറിയൽ എന്താണെന്ന് ഒരു പോയിന്റ് കൂടി പറയാം. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവം. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ള. GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. അതുപോലെ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. എന്നാണ് 1891 ജനുവരി 1. മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക. എന്താണ് മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം? ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക. അതുപോലെ മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോൻ. KP ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത്. അതുപോലെ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാൻ T രാമറാവു ആണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാൻ. അടുത്ത പോയിന്റായി വരുന്നത് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തി. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് എർഡിലി നോർട്ടൺ. ആരാണ്? എർഡിലി നോർട്ടൺ. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തി എർഡിലി നോർട്ടൺ. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ CV രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രം മിതഭാഷി എന്നാണ് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രം. ഏതാണ്? മിതഭാഷി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്. ഏതാണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യമാണത്. ഏതാണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യമാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ആര്? ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത്. അടുത്ത മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എതിർ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിച്ച ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്.
എന്താണ് എതിർ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ? മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്നൊപ്പിച്ച ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്നത്. എതിർ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891 ജൂൺ 3. 1891 ജൂൺ 3-നാണ് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത്. അതുപോലെ തന്നെ എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്? എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഇ രാമയ്യർ, രാമനാഥൻ റാവു. ഇവർ രണ്ടുപേരുമാണ് എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. ആരൊക്കെയാണ്? ഇ രാമയ്യർ, രാമനാഥൻ റാവു. മൂന്നാമത്തെയാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ എന്താണെന്ന് നോക്കാം. ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. എന്താണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ? ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ 3. 1896 സെപ്റ്റംബർ 3-നാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അതുപോലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ആരാണ്? ശങ്കര സുബ്ബയ്യ. ശങ്കര സുബ്ബയ്യ ആണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ. അടുത്തത് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900. 1900-ലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം. അതുപോലെ തന്നെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആരുടെ അടുത്താണ് സമർപ്പിക്കപ്പെട്ടത്? കഴ്സൺ പ്രഭുവിന്. കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഇത്രയും കാര്യങ്ങളാണ് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, 3 മെമ്മോറിയലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.